കടിച്ചു കീറുന്ന സ്വഭാവം, കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല. ഭാര്യ ഒന്ന് തണിയുമ്പോൾ ഒരു മയത്തിലുള്ള പെരുമാറ്റത്തിൻ്റെ സന്ദർഭമാവുമ്പോൾ ഭർത്താവ് ദേഷ്യ സ്വഭാവം. എന്നാലോ ഭർത്താവ് സ്വല്പം മയപ്പെട്ടു വരുമ്പോൾ ഭാര്യ ദേഷ്യ സ്വഭാവം. ഇങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഒരിക്കലും തന്നെ ഒരുമിച്ച് ചേർന്ന് സന്തോഷിക്കാനുള്ള സമയങ്ങൾ വളരെ കുറച്ച് മാത്രമേ ലഭിക്കാറുള്ളൂ. ചിലപ്പോൾ ലഭിക്കാറ് തന്നെയില്ല. കാരണം അവരുടെ സ്വഭാവത്തിൻ്റെ വൈരുദ്ധ്യങ്ങൾ മൂലമാണ്. അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ പടച്ചവനോട് ദുആയിരക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. സ്വഭാവങ്ങൾ പരസ്പരം കൂട്ടിക്കെട്ടണം, പരസ്പരം അറിയുക, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക എന്നൊക്കെ സാധാരണഗതിയിൽ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ എല്ലാറ്റിൻ്റെയും ദുആ അത് അല്ലാഹുവിലേക്ക് ഇരക്കുക. പരസ്പരം സ്നേഹം എപ്പോഴും ഉണ്ടാവാൻ അത് മനസ്സിൻ്റെ ഒരു കണികയാണ്. ഭാര്യയെ കാണുമ്പോൾ ഭർത്താവിന് സ്നേഹം തോന്നുക, ഭർത്താവിനെ കാണുമ്പോൾ ഭാര്യയ്ക്ക് സ്നേഹം തോന്നുക. അതൊരു മാനസികമായ അനുഭൂതിയാണ്. അപ്പോൾ ആ മാനസികമായ തലങ്ങളിൽ പിശാചിൻ്റെ വിളയാട്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ കാണുമ്പോൾ നേരിട്ട് സ്നേഹിക്കുവാനും അതിനുള്ള മാർഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെ കുറവുമായിരിക്കും. അപ്പോൾ അതിനായി വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നംൽ, ആ സൂറത്തുൻ നംലിലെ 38, 39 ആയത്തുകൾ, സൂറത്തുൻ നംലിലെ 38, 39 ആയത്തുകൾ. قال يا أيها الملأ أيكم يأتيني بعرشها قبل أن يأتوني مسلمين قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك وإني عليه لقوي أمين എന്ന രണ്ടായത്തുകൾ. ആ രണ്ടായത്തുകൾ അതൊരു ഗ്ലാസ്സിൽ 17 പ്രാവശ്യം ഊതുക. എന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ ജഅൽ ബൈനനാ അൽ മഹബ്ബത വൽ മവദ്ദത യാ വദൂദു യാ വദൂദു യാ വദൂദ്. അല്ലാഹുമ്മ ജഅൽ ബൈനനാ അൽ മഹബ്ബത വൽ മവദ്ദത യാ വദൂദു യാ വദൂദു യാ വദൂദ്. ആ ദുആഇൻ്റെ അർത്ഥം, അല്ലാഹുവേ ഞങ്ങൾക്കിടയിൽ നീ സ്നേഹവും അതുപോലെ സമ്പർക്കവും നീ ആക്കിത്തരണേ, യാ വദൂദ് സ്നേഹസമ്പന്നനായ അല്ലാഹുവേ എന്ന അർത്ഥം വരുന്ന ആ ദുആ അതും കൂടെ ഒരു 3 പ്രാവശ്യം ചൊല്ലുക. 17 പ്രാവശ്യം മേൽപ്പറഞ്ഞ 2 ആയത്തുകൾ ഓതിയിട്ട് ആ ദുആ 3 പ്രാവശ്യം ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിലാക്കി തരുന്നതാണ് ഇൻഷാ അല്ലാഹ്.